തൃശൂർ പൂരം അതിന്റെ എല്ലാ പ്രൗഢിയോടും പാരമ്പര്യത്തോടും നടത്തണമെന്നാണ് സർക്കാരിന്റെ അഭിപ്രായമെന്ന് മന്ത്രി കെ രാജൻ. ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് മാർഗനിർദ്ദേശങ്ങൾ വന്ന സാഹചര്യത്തിൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തി തീരുമാനമെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പുൾപ്പെടെയുള്ള കാര്യങ്ങളിലും ചട്ടഭേദഗതിയിലും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ചർച്ച ആവശ്യമാണെന്ന് മന്ത്രി പറഞ്ഞു. പുതിയ മാർഗനിർദ്ദേശങ്ങൾ വെച്ച് പൂരം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. തൃശൂർ പൂരത്തിലെ കുടമാറ്റം പോലും നടത്താനാകാതെ വരും. പ്രധാനപ്പെട്ട ഒരുപാട് എഴുന്നള്ളിപ്പുകളെ അത് ബാധിക്കും. വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം വിളിക്കാനാണ് തീരുമാനമെന്നും നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട യാത്രയിലുള്ള വനം മന്ത്രി ഡിസംബറിൽ തിരികെ എത്തിയാലുടൻ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിക്കുമെന്നും കെ രാജൻ അറിയിച്ചു. പൂരവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിശോധിക്കുമെന്നും ജനങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നും ഇക്കാര്യത്തിൽ നിയമവിദഗ്ധരോട് ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പൂരത്തിന്റെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ കേൾക്കാതെയാണ് കോടതിയുടെ നിർദ്ദേശം വന്നത്. ചട്ടഭേദഗതി വേണോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വേണോ എന്ന കാര്യത്തിൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചന അനിവാര്യമാണ്. പൂരം അതിന്റെ എല്ലാ സൗകര്യങ്ങളോടും നടത്തണമെന്നതാണ് സർക്കാരിന്റെ അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഉത്സവങ്ങൾക്കടക്കം ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് അടുത്തിടെ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താനാകില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചത്. ജനങ്ങളുടെ സുരക്ഷയും ആനകളുടെ പരിപാലനവും കൂടി പരിഗണിച്ചാണ് കർശന മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതെന്നും കോടതി പറഞ്ഞു. ഇക്കാര്യത്തിൽ ദേവസ്വങ്ങൾ പിടിവാശി ഉപേക്ഷിക്കണം. ഉത്സവങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുന്നത് ഒഴിവാക്കാനാകാത്ത മതാചാരമാണെന്ന് പറയാനാകില്ല. അകലപരിധി കുറയ്ക്കാൻ മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം. അഭിപ്രായ പ്രകടനങ്ങൾ പരിഗണിച്ച് മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താനാകില്ലെന്നും ഡിവിഷൻ ബെഞ്ച് അറിയിച്ചു. ആന ഉടമസ്ഥരും ദേവസ്വം ബോർഡുകളും അടക്കമുള്ള പൂരത്തിൻ്റെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോട് അവർക്ക് പറയാനുള്ളത് കേൾക്കാതെയാണ് കോടതിയുടെ ഇക്കാര്യത്തിലുള്ള മാർഗനിർദ്ദേശവും നിരീക്ഷണവും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ജില്ലയിൽ തന്നെ തൃശ്ശൂർ പൂരം മാത്രമല്ല, ആറാട്ടുപുഴ, പെരുവനം പൂരങ്ങളൊക്കെ ഏതാണ്ട് 1400 കൊല്ലങ്ങളുടെ പഴക്കമുള്ള പൂരങ്ങളാണ്. പെരുവനത്തെ ഇടവഴി തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് 7 ആനകൾക്ക് ഒരുമിച്ച് എഴുന്നള്ളി വരാനുള്ള സൗകര്യം കൂടി കണക്കിലെടുത്താണ്. അപ്പം അത്രയും പാരമ്പര്യവും പ്രൗഢഗംഭീരവുമായിട്ടുള്ള ആഘോഷങ്ങളാണ് ഉത്സവങ്ങളായി, പ്രത്യേകിച്ച് പൂരങ്ങളായി, ആന എഴുന്നള്ളിപ്പിൻ്റെ കേന്ദ്രങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു സമീപനം എടുക്കണം എന്നാണ് സർക്കാർ കരുതുന്നത്. പൂരം അതിൻ്റെ എല്ലാ പ്രൗഢിയോടും പാരമ്പര്യത്തോടും കൂടി നടത്തണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ അഭിപ്രായം. പക്ഷേ ഇക്കാര്യത്തിൽ കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ വന്ന സാഹചര്യത്തിൽ ആ പൂരത്തിൻ്റെ സുഗമമായ നടത്തിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചട്ടഭേദഗതി മതിയാകുമോ അതോ മറ്റേതെങ്കിലും വിധത്തിലുള്ള സൗകര്യങ്ങൾ വേണമോ എന്നതുമായി ബന്ധപ്പെട്ട നിയമവിദഗ്ധരുമായിട്ടും അതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടുമുള്ള കൂടിയാലോചന വളരെ അനിവാര്യമാണ്.